ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായുള്ള വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നീണ്ട 71 ദിവസത്തിന് ശേഷം അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ്. ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിലിന് ഇന്ന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തിയിരിക്കുകയാണ്. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 71 ദിവസം പൂർത്തിയായിരിക്കവെയാണ് ഇന്ന് ഈ ഒരു അന്വേഷണത്തിന് നിർണായകമായിരിക്കുന്നത്. ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത്. ആദ്യം കറുത്ത ലോഹവസ്തു കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത്. പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയത്. ഗംഗാവലിപ്പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായത്. കാർവാർ MLA സതീഷ് സെയിൽ, അതുപോലെ തന്നെ കാർവാർ SP നാരായണ എന്നിവർ ഡ്രഡ്ജറിലുണ്ടായിരുന്നു. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ലോറി അർജുന്റേതെന്ന് തന്നെയെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു. ജൂലൈ 16 അർജുനെ കാണാതായത്. 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു തെരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നത്. ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. നാവികസേനയും ഈശ്വർ മാൽപ്പയും ഉൾപ്പെടെയുള്ളവർ തെരച്ചിലിൽ പങ്കാളികളായിരുന്നു. അർജുന്റെ സഹോദരി അഞ്ജുവും അതുപോലെ തന്നെ ഭർത്താവ് ജിതിനും കഴിഞ്ഞ ദിവസം ഷിരൂരിൽ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് അവർ തിരികെ പോവുകയായിരുന്നു. തെരച്ചിലിന് പങ്കാളികളായിരുന്ന നാവികസേനയും ഇന്നലെയാണ് മടങ്ങിപ്പോയത്. തുടർന്ന് ഇന്നും തെരച്ചിൽ നടത്തുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ അർജുന്റെ ലോറി കണ്ടെത്താനായത്. ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമത്തിനിടെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അർജുന്റെ മൃതദേഹം പുറത്തെടുത്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഷിരൂരിൽ കണ്ടെത്തിയ അർജുന്റെ ലോറിയുടെ ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ക്യാബിനിൽ SDRF ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമാണ് ക്യാബിനിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുത്തത്. ബോട്ടിലേക്ക് മാറ്റി ഈ ഭാഗം ഇനി വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. SDRF ഉദ്യോഗസ്ഥൻ ലോറിയുടെ ഭാഗത്തിന് മുകളിലേക്ക് കയറിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നത്. ലോറി ഉയർത്തിയ ക്രെയിനിന് ഈ ഭാഗം അതേപടി നിലനിർത്താൻ സാധിച്ചിരുന്നു. സുരക്ഷിതമായി ഇതിൽ നിന്ന് മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുക്കാനുള്ള ശ്രമമാണ് വിജയം കണ്ടത്. 2 മാസത്തിലേറെയായി വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലാണ്. CP2 നിന്നാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ജലോപരിതലത്തിൽ നിന്ന് 12 മീറ്റർ ആഴത്തിലായിരുന്നു ലോറി കിടന്നത്. അതുപോലെ തന്നെ ജൂലൈ 16 ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. അന്ന് രാവിലെ 8:45 അർജുനെ കാണാതായത്. ജൂലൈ 23 റഡാർ സോണാർ സിഗ്നലുകളിൽ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ലോഹഭാഗത്തിന്റെ ശക്തമായ സിഗ്നലുകൾ കിട്ടിയിരുന്നു. നദിയുടെ നടുവിൽ മൺകൂനയ്ക്കടുത്ത് CP4 അത് മാർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ജൂലൈ 28 ശക്തമായ മഴയും ഒഴുക്കും കാരണം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു. ഓഗസ്റ്റ് 14 അതുപോലെ തന്നെ 2ാം ഘട്ട തെരച്ചിൽ തുടങ്ങുകയും ഓഗസ്റ്റ് 17 ശക്തമായ മഴയും അടിയൊഴുക്കും കാരണം തെരച്ചിൽ തുടരാനായിരുന്നില്ല. ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവരും ആദ്യഘട്ടത്തിലും 2ാം ഘട്ടത്തിലും തെരച്ചിലിന് ഇറങ്ങിയെങ്കിലും നദിയുടെ അടിത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും വന്നടിഞ്ഞ സ്ഥിതിയായിരുന്നു. ശക്തമായ അടിയൊഴുക്ക് ഉണ്ടായിരുന്നതിനാൽ അധികം ആഴത്തിലേക്ക് പോകാനും ആയിരുന്നില്ല. ഇതേ തുടർന്ന് തെരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാഴ്ചക്കാണ് ഷിരൂർ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹ ഭാഗം പുറത്തെടുക്കുകയും അതുപോലെ തന്നെ ക്യാബിനിൽ SDRF ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തിയ ശേഷം ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുക്കുകയായിരുന്നു. ഈ സമയത്ത് കണ്ണീരോടെ സാക്ഷിയായി സഹോദരി ഭർത്താവ് ജിതിനും ദൗത്യസ്ഥലത്ത് ഉണ്ടായിരുന്നു. അർജുനെ കാണാതായിട്ട് ഇന്ന് 71 ദിവസം പൂർത്തിയാവുമ്പോഴാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും ഇതേ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പുറത്തെടുത്തത് അർജുന്റെ ലോറി തന്നെയാണെന്ന് ജിതിനും വാഹനത്തിന്റെ ഉടമ മനാഫും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏറെ വൈകാരിക നിമിഷങ്ങൾക്കാണ് ഷിരൂർ ഇന്ന് സാക്ഷിയായത്.
വിതുമ്പലോടെയാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളുമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്. അർജുൻ തിരികെ വരില്ലെന്ന് തങ്ങൾക്കറിയാം, പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും ജിതിൻ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. എല്ലാ വിവാദങ്ങൾക്കൊപ്പമുള്ള ഉത്തരമാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് ജിതിൻ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ മനാഫും ഇതേ ഒരു അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. തുടക്കത്തിൽ തന്നെ മനാഫ് ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. മനാഫും ഏറ്റവും വിവാദങ്ങൾക്ക് സാക്ഷിയാവേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അർജുന്റെ ലോറി കണ്ടെത്തിയപ്പോൾ സമാധാനവും ഉൾപ്പെടെ വളരെ സങ്കടമെന്നാണ് മനാഫ് പ്രതികരിച്ചത്. ലോറി കണ്ടെത്തിയത് 12 മീറ്റർ താഴ്ചയിലാണ്. അതുപോലെ തന്നെ ലോറിക്കുള്ളിൽ അർജുന്റെ മൃതദേഹം ആണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഇനി DNA ടെസ്റ്റ് കൂടി നടത്തണമെന്നാണ് പറയുന്നത്. 71 ദിവസമാണ് ലോറി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത് 2 മാസത്തിന് ശേഷമാണ്. ലോറി കിട്ടിയതിൽ സന്തോഷമല്ല, ഉത്തരം ലഭിച്ചതിന്റെ സമാധാനമാണെന്നാണ് ലോറി ഉടമ മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ലോറി CP2 എന്ന് ഉറപ്പിച്ചിരുന്നു എന്ന് M ഇന്ദ്രപാലനും പ്രതികരിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടായത് ജൂലൈ 16 ഇപ്പോൾ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിലിനാണ് പരിസമാപ്തി കുറിച്ചിരിക്കുന്നത്. ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും അതുപോലെ തന്നെ ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തിയിരിക്കുകയാണ്. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 71 ദിവസം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് ഈ ഒരു ദൗത്യത്തിന് നിർണായകമായത്. എങ്കിലും ഷിരൂരിലെ ദൗത്യം അവസാനിപ്പിക്കുന്നില്ല. രണ്ടുപേരുടെ മൃതദേഹം കൂടി കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുമെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ലോറിയുടെ ക്യാബിനാണ് അർജുന്റെ ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത്. ആദ്യം കറുത്ത ലോഹവസ്തു കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത്. പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹമുള്ളതായി കണ്ടെത്തിയത്. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത്. ലോറി അർജുന്റെ തന്നെയെന്ന് ലോറി ഉടമ ലോറി കണ്ടതിന് ശേഷം മനാഫ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ജൂലൈ 16 അർജുനെ കാണാതാവുന്ന ആ ഒരു ദിവസം മുതൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അർജുന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയായിരുന്നു. ഇന്ന് ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിരിക്കുകയാണ്. അർജുന്റെ മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെങ്കിലും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. നാവികസേനയും ഈശ്വർ മാൽപ്പയും ഉൾപ്പെടെയുള്ളവർ തെരച്ചിൽ പങ്കാളികളായിരുന്നു. എങ്കിൽ ഈശ്വർ മാൽപ്പയ്ക്ക് തിരികെ പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അർജുന്റെ സഹോദരിയും അഞ്ജുവും അതുപോലെ തന്നെ ഭർത്താവ് ജിതിനും കഴിഞ്ഞ ദിവസം ഷിരൂരിൽ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് അവരും മടങ്ങിപ്പോകേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു. തെരച്ചിൽ പങ്കാളികളായിരുന്നു നാവികസേനയും ഇന്നലെയാണ് മടങ്ങിപ്പോയത്. തുടർന്ന് ഇന്നും ഷിരൂർ ദൗത്യം അവസാനിപ്പിക്കില്ലെന്ന് ഡ്രജറിന്റെ ആ ഒരു ദൗത്യം അവസാനിപ്പിക്കില്ലെന്ന് അറിയിച്ചിരുന്നു. ഇന്നും അതുപോലെ തന്നെ തെരച്ചിൽ നടത്തിയ ആ ഒരു സാഹചര്യത്തിലാണ് ക്യാബിനുള്ളിൽ മൃതദേഹവും അതുപോലെ തന്നെ ക്യാബിനും കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഷിരൂരിൽ കണ്ടെത്തിയ അർജുന്റെ ലോറിയുടെ ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹവും പുറത്തെടുത്തിട്ടുണ്ട്. ക്യാബിനിൽ SDRF ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമാണ് ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുത്തിരിക്കുന്നത്. ബോട്ടിലേക്ക് മാറ്റി ഈ ഭാഗം ഇനി വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ ഒടുവിലായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം. DNA ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം ഒരുക്കുന്നതായിരിക്കും. SDRF ഉദ്യോഗസ്ഥൻ ലോറിയുടെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കയറിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. ലോറി ഉയർത്തിയ ക്രെയിനിന് ഈ ഭാഗം അതേപടി നിലനിർത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഇതിൽ നിന്ന് മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുക്കാനുള്ള ശ്രമവും വിജയം കണ്ടു എന്നുള്ളതാണ്. 2 മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലാണ്. CP2 നിന്നാണ് ലോറി കണ്ടെടുത്തത്. ജലോപരിതലത്തിൽ നിന്ന് 12 മീറ്റർ ആഴത്തിലായിരുന്നു ലോറി കണ്ടെത്തിയിരുന്നത്. ജൂലൈ 16 ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഏറെ പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ് അർജുനെ കണ്ടെത്തണം എന്നുള്ളത്. ഇന്ന് അതിന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. ഷിരൂർ ദൗത്യത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി വീണ്ടും തെരച്ചിൽ, 2 പേർക്കുള്ള തെരച്ചിൽ തുടരും, നാളെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഷിരൂർ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിലിന് ഇന്ന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്.